മറ്റൊരു വാർത്തയിലേക്ക്. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകനെതിരെ ഹൈക്കോടതിയുടെ കോടതിയലക്ഷ്യ നടപടി. കാർഷിക പ്രോത്സാഹന ഫണ്ട് നൽകാൻ കഴിഞ്ഞ കൊല്ലം പുറപ്പെടുവിച്ച വിധി നടപ്പാക്കാത്തതിനാണ് കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്താ ശരിക്കും സംഭവിച്ചത്? ഇതിനൊരു പശ്ചാത്തലം ഇങ്ങനെയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമ വകുപ്പ് 27 പ്രകാരം നെൽവയലുകൾ തരം മാറ്റുന്നതിന് ഈടാക്കുന്ന ഫീസ് വകുപ്പ് 27D പ്രകാരമുള്ള അഗ്രികൾച്ചർ പ്രൊമോഷൻ ഫണ്ടിലേക്ക് മാറ്റണമെന്ന് 2024 നവംബറിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ തുക നെൽവയൽ സംരക്ഷണത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാനായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശം. 2024 വിധി പ്രകാരം പിരിച്ചെടുത്ത തുകയുടെ 25% 4 മാസത്തിനുള്ളിൽ ഫണ്ടിലേക്ക് മാറ്റണമെന്നും ബാക്കി 75% 12 മാസത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി മാറ്റണമെന്നും ഫണ്ടിന്റെ വാർഷിക ഓഡിറ്റ് നടത്തി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ സമയപരിധി കഴിഞ്ഞിട്ടും ഈ ഉത്തരവ് നടപ്പാക്കാത്ത പശ്ചാത്തലത്തിലാണ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് മാത്രമല്ല, ധനം, റവന്യൂ വകുപ്പ് സെക്രട്ടറിമാർക്കെതിരെയും നിലവിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കാർഷിക പ്രോത്സാഹന ഫണ്ട് നൽകാത്തതിലാണ് ഈ നടപടി. പ്രഥമ ദൃഷ്ടിയാൽ ഇവർക്കെതിരെയുള്ള കോടതിയലക്ഷ്യ കുറ്റം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.